25 ഇന്ത്യക്കാർ അറസ്റ്റിൽ. ബുധനാഴ്ച നടന്ന സംഘർഷത്തിൽ ഒരു ഈജിപ്ത് പൗരൻ മരിക്കുകയും ഇരുഭാഗത്ത് നിന്നുമുള്ള 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അഹമ്മദിയ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ തൊഴിലാളികളായ ഈജിപ്തുകാരും ഇന്ത്യക്കാരുമാണ് ഏറ്റുമുട്ടിയത്. കബദിലെ ഒട്ടകച്ചന്തയ്ക്ക് സമീപമായിരുന്നു സംഭവം. ഇന്ത്യക്കാരനും ഈജിപ്ത് സ്വദേശിയുമായി ഉണ്ടായ നിസാര വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് സംഘർഷം തൽക്കാലം ശമിച്ചെങ്കിലും വൈകുന്നേരത്തോടെ ഇരു വിഭാഗങ്ങളും മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ ഈജിപ്ത് സ്വദേശി ഫർവാനിയ ആശുപത്രിയിലാണ് മരിച്ചത്. ഇയാൾ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. 25 ഇന്ത്യക്കാരും 12 ഈജിപ്തുകാരുമാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന് പിന്നിലുള്ളയാളെ പ്രോസിക്യൂഷന് കൈമാറാനും മറ്റുള്ളവരെ നാടുകടത്താനുമാണ് നീക്കം. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. കുവൈത്തിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അഹമ്മദിയ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ മറ്റ് ഇന്ത്യക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സന്ദേശം അയച്ചു. കുവൈത്ത് ക്രിമിനൽ നിയമങ്ങളിൽ നിന്ന് ഇന്ത്യൻ തൊഴിലാളികളെ ഒഴിവാക്കണം എന്നാവശ്യപ്പെടുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ അറിയിച്ചു. പഞ്ചാബ് സ്വദേശികളായ ഇന്ത്യക്കാരാണ് അറസ്റ്റിലായവർ. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പ്രധാനമന്ത്രിക്ക് തൊഴിലാളികൾ സന്ദേശമയച്ചതോടെ ഇന്ത്യയിൽ ദേശീയ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി. ഇതോടെ വിദേശകാര്യ മന്ത്രാലയം കുവൈത്ത് അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇന്ത്യൻ തൊഴിലാളികൾ സുരക്ഷിതരാണെന്നും കുവൈത്ത് നിയമങ്ങളനുസരിച്ച് അവരെ വിചാരണ ചെയ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സയ്യിദ് അക്ബറുദ്ദീൻ അറിയിച്ചു. Despite today being a Friday, which is a holiday in Kuwait, we will work through this, and let me assure you that our mission there remains committed to assisting all Indian nationals with consular assistance. However, it is also imperative that all Indian nationals abide by the local laws and regulations, because it is important that Indians as an entire community are respected very well in Kuwait, and we need to keep that up. ഇതിനിടെ സംഘർഷത്തിൽ ഈജിപ്ത് പൗരൻ മരിച്ചതിനെ തുടർന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഈജിപ്ത് സ്വദേശികളായ തൊഴിലാളികൾ ഈജിപ്ത് എംബസിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിദേശികൾ സംഘർഷമുണ്ടാക്കരുതെന്നും അനാവശ്യമായി ഒത്തുചേരരുതെന്നും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബംഗ്ലാദേശ് സ്വദേശികളാണ് സംഘർഷത്തിൽ ഉൾപ്പെട്ടതെന്നായിരുന്നു ആദ്യം വാർത്ത പരന്നത്. ഇത് ബംഗ്ലാദേശ് എംബസി നിഷേധിച്ചു. മീഡിയ 1, കുവൈത്ത് സിറ്റി.